ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2 ദിവസം മുന്നേ നമ്മളെ വിട്ടുപോയ നടൻ ശ്രീനിവാസൻ അഭിനയിച്ച 1991 പുറത്തിറങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നായക വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു വർഷമായിരുന്നു 1991. കോമഡിയുടെ മേമ്പടിയോടെ വൈവിധ്യമാർന്ന വേഷങ്ങൾ അവതരിപ്പിച്ച ശ്രീനിവാസൻ 91 ആകെ 7 ചിത്രങ്ങളിലായിരുന്നു അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്നും അവയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നും നമുക്ക് നോക്കാം. 91 ശ്രീനിവാസൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു ജനുവരി 18 തിയേറ്ററുകളിലെത്തിയ എന്നും നന്മകൾ. കുടുംബ പ്രേക്ഷകരുടെ സംവിധായകൻ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡിയുടെ ടച്ചുള്ള ഒരു ഫാമിലി ഡ്രാമ ചിത്രമായിരുന്നു. ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജയറാമും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലെത്തിയിരുന്നു. ശാന്തി കൃഷ്ണ നായികയായി എത്തിയ എന്നും നന്മകളിൽ ശാരി, ശരണ്യ, KPSC ലളിത, ഇന്നസെന്റ്, ജഗദീഷ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. രഘുനാഥ് പലേരി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ എന്നും നന്മകൾ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിയിച്ചൊരുക്കിയതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത വിജയം കൈവരിക്കാനായി. ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ PV ഗംഗാധരൻ നിർമ്മിച്ച എന്നും നന്മകൾ അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 91 ശ്രീനിവാസൻ അഭിനയിച്ച രണ്ടാമത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 22 തിയേറ്ററുകളിലെത്തിയ ആകാശക്കോട്ടയിലെ സുൽത്താൻ. ശ്രീനിവാസൻ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം ജയരാജായിരുന്നു സംവിധാനം ചെയ്യുന്നത്. കോമഡി ഫാമിലി ഡ്രാമ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ആകാശക്കോട്ടയിലെ സുൽത്താനിൽ ശരണ്യായിരുന്നു നായിക. രഞ്ജി പണിക്കർ രചന നിർവഹിച്ച ആകാശക്കോട്ടയിലെ സുൽത്താൻ തരക്കേടില്ലാത്ത കുടുംബചിത്രം എന്ന പേര് നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു ആകാശക്കോട്ടയിലെ സുൽത്താൻ. KT കുഞ്ഞുമോൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ഇന്നസെന്റ്, മാമുക്കയ, KPSC ലളിത, സൈനുദ്ദീൻ, മണിയൻപിള്ള രാജു, ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങി നിരവധി കോമഡി താരങ്ങൾ അണിനിരന്നിരുന്നു. മുരളിയും ഈ ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വേഷം കൈകാര്യം ചെയ്തിരുന്നു. രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ച മനോഹരമായ ഗാനങ്ങൾ ചിത്രത്തിന് മുതൽക്കൂട്ടായി. 91 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12 തിയേറ്ററുകളിലെത്തിയ തുടർക്കഥ. സായി കുമാർ നായകനായി എത്തിയ ഈ ചിത്രം ഡെന്നിസ് ജോസഫ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. തമ്പി കണ്ണന്താനത്തിന്റെ ഷാരോൺ പിക്ചേഴ്സ് നിർമ്മിച്ച ഈ ചിത്രം ഒരു റൊമാന്റിക് ത്രില്ലർ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. SP വെങ്കടേഷ് സംഗീത സംവിധാനം നിർവഹിച്ച സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ അടങ്ങിയ തുടർക്കഥ ഗാനങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായി മാറി തുടർക്കഥ. ശ്രീനിവാസൻ തരക്കേടില്ലാത്തൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ മാധു ആയിരുന്നു നായിക. രാജൻ പിദേവ്, ദേവൻ, ജഗതി ശ്രീകുമാർ, പ്രതാപചന്ദ്രൻ, വിജയരാഘവൻ, സുകുമാരി, ബോബി കൊട്ടാരക്കര തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടത് സായി കുമാറിനും ഡെന്നിസ് ജോസഫിനും ഏറെ നിരാശയായിരുന്നു അക്കാലത്ത് സമ്മാനിച്ചത്. SP വെങ്കടേഷിന്റെ സംഗീതത്തിലൊരുങ്ങിയ 5 ഗാനങ്ങളും 91 ചാർട്ട് ബസ്റ്റേഴ്സ് ആയിരുന്നു. 91 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മെയ് 1 തിയേറ്ററുകളിലെത്തിയ കൺകെട്ട്. ശ്രീനിവാസൻ നായക വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ജയറാമും തുല്യ പ്രാധാന്യമുള്ളൊരു വേഷം അവതരിപ്പിച്ചിരുന്നു. കോമഡി ഫാമിലി എന്റർടൈനർ കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഈ ചിത്രം രാജൻ ബാലകൃഷ്ണനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. സാഗ ഫിലിംസ് നിർമ്മിച്ച കൺകെട്ട് ശ്രീനിവാസന്റെ തിരക്കഥാ സംഭാഷണത്തിലൊരുങ്ങിയ ചിത്രമായിരുന്നു. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ഈ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രമായി മാറി കൺകെട്ട്. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഗീതാ വിജയൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, ക്യാപ്റ്റൻ രാജു, ലാലു അലക്സ്, KPSC ലളിത, ഫിലോമിന, ചിത്ര തുടങ്ങി നിരവധി താരങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ഒരു സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ പ്രതീതി ജനിപ്പിച്ച കൺകെട്ടിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചത്. 1991 ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഒക്ടോബർ 10 തിയേറ്ററുകളിലെത്തിയ ആനവാൽ മോതിരം. സെഞ്ചുറി നിർമ്മിച്ച് GS വിജയൻ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയും നായകതുല്യമായ വേഷമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്.
കോമഡിക്കും ആക്ഷനും ഒരേപോലെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ ചിത്രം കൂടിയായിരുന്നു. ടി ദാമോദരൻ രചന നിർവഹിച്ച ആനവാൽ മോതിരത്തിൽ റിസബാവ, കരമന ജനാർദ്ദനൻ നായർ, ജഗതി ശ്രീകുമാർ, ശരണ്യ, രാജൻ ബി ദേവ്, ഗാവൻ, ശ്രുതി എന്നിവരും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയിരുന്നു. തരക്കേടില്ലാത്ത കളക്ഷൻ നേടി റിലീസ് സെന്ററുകളിൽ 50 ദിവസം കംപ്ലീറ്റ് ചെയ്ത ആനവാൽ മോതിരം 91-ലെ ആവറേജ് വിജയ ചിത്രങ്ങളിൽ പെടുന്ന സിനിമയായിരുന്നു. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 1991-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു നവംബർ 1-ന് തിയേറ്ററുകളിലെത്തിയ സന്ദേശം. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിലൊരുങ്ങിയ ഈ ചിത്രം ശ്രീനിവാസന്റെ കൾട്ട് ക്ലാസിക്കുകളൊന്നായി ഇന്നും അറിയപ്പെടുന്നു. ജയറാം, ശ്രീനിവാസൻ, തിലകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അണിയിച്ചൊരുക്കിയ ഈ ചിത്രം ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ കുടുംബ ചിത്രമായിരുന്നു. ശ്രീനിവാസൻ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയെടുത്ത ഒരു ചിത്രമായിരുന്നിട്ട് കൂടി ഇന്നും ഈ ചിത്രത്തിന്റെ പ്രസക്തി ഏറെ വലുതാണ്. എവർഷൻ പ്രൊഡക്ഷൻസ് ആയിരുന്നു സന്ദേശം നിർമ്മിച്ചത്. ഈ ചിത്രത്തിൽ സിദ്ദിഖ്, കവിയൂർ പൊന്നമ്മ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ, മാമുക്കോയ, മാള അരവിന്ദൻ, KPIC ലളിത തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. കോമഡി ഫാമിലി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സന്ദേശം ബോക്സ് ഓഫീസിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി സാമ്പത്തികമായി വിജയിച്ച് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. മാധു നായികയായെത്തിയ ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം ജോൺസൺ ആയിരുന്നു നിർവഹിച്ചിരുന്നത്. 91-ൽ ശ്രീനിവാസൻ അഭിനയിച്ച അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 22-ാം തീയതി തിയേറ്ററുകളിലെത്തിയ നെറ്റിപ്പട്ടം. കലാസരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം കോമഡി, ഫാമിലി, ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. രേഖ ശ്രീനിവാസന്റെ നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജഗദീഷ്, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, ഒടിയൂർ ഉണ്ണികൃഷ്ണൻ, KPIC ലളിത, നെടുമുടി വേണു, ശങ്കരാടി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയെടുത്ത നെറ്റിപ്പട്ടം എന്നാൽ ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു നെറ്റിപ്പട്ടം. ഗുരുദക്ഷിണ ഫിലിംസ് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ശശിധരൻ ആറാട്ട് വഴിയായിരുന്നു നിർവഹിച്ചിരുന്നത്. ജോൺസൺ ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ആകെ സമ്മറി നോക്കുമ്പോൾ 91-ൽ ശ്രീനിവാസൻ അഭിനയിച്ച 7 ചിത്രങ്ങളിൽ 5 ചിത്രങ്ങളിലും നായകനായിരുന്നു തിളങ്ങിയിരുന്നത്. ഇതിൽ സന്ദേശം സാമ്പത്തിക വിജയവും ആനവാൽ മോതിരം, എന്നും നന്മകൾ എന്നീ ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. ബാക്കി 4 ചിത്രങ്ങളും പരാജയങ്ങളായിരുന്നു. ഈ 7 ചിത്രങ്ങളിൽ 6 ചിത്രങ്ങൾക്കും സംഗീത സംവിധാനം നിർവഹിച്ചത് ജോൺസൺ ആയിരുന്നു. ഒരു ചിത്രത്തിന് രവീന്ദ്രൻ സംഗീത സംവിധാനം നിർവഹിച്ചു. ഇത്രയുമാണ് 91-ൽ ശ്രീനിവാസൻ അഭിനയിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.